രാഹുൽ ഈശ്വർ, താങ്കൾ ഞാൻ കഴിഞ്ഞ ഒരു തവണ താങ്കൾ വിളിച്ചപ്പോൾ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. എപ്പോഴും ഈ വേട്ടക്കാരെന്ന് പറയുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന നിലപാടെടുക്കുമ്പോഴും എവിടെയൊക്കെ നിങ്ങൾ കുറച്ച് സത്യസന്ധത അവിടെയും കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോയിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ്, ഇതൊരു മൂന്നാമതൊരു പെൺകുട്ടി ഉണ്ട്, മൂന്നാമതൊരാള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് തോന്നണമെങ്കിൽ ഇത് റീക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമായിട്ടാണോ രാഹുൽ ഈശ്വറിന് തോന്നുന്നത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എന്നോട് എന്ത് പബ്ലിക് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചോളൂ, ഞാൻ 99 100% സത്യം പറയും. 99 പോലും അല്ല. എനിത്തിങ് അണ്ടർ ദ സൺ. വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ സ്വകാര്യതയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം പറയാൻ പറ്റൂല. അതുകൊണ്ട് ധന്യാജിക്ക് എന്ത് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം 100% ഉറപ്പിച്ച് മാത്രമേ പറയൂ. രണ്ടാമത്തെ കാര്യം, ആ വീഡിയോയിൽ മൂന്നാമതൊരു പെൺകുട്ടിയുടെ സൗണ്ട് സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് കേട്ടാൽ അറിയാം. അതായത് 2 സ്ഥലങ്ങളിൽ ആ പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. കൊല്ലാൻ എത്ര നേരം വേണം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ വീഡിയോ കേട്ടാൽ അറിയാം, ആ ഓഡിയോ കേട്ടാൽ അറിയാം, ഈ പെൺകുട്ടിയുടെ സൗണ്ട് മാസ്ക് ചെയ്യാനായിട്ട് അതിന്റെ ടോൺ മാറ്റിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ സ്വകാര്യത രക്ഷിക്കാനാണെന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ടോൺ, ഇന്റോണേഷൻ, മോഡുലേഷനിൽ ഉള്ള ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ കരയുകയും കാല് പിടിക്കുകയും, കരയുന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററിയല്ല, വിഷമിച്ച് കാല് പിടിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നു, എടോ നമ്മൾ ഇങ്ങനെയൊക്കെയാണോ പ്ലാൻ ചെയ്തത്, താൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, തനിക്ക് എന്ത് പറ്റിയത്, എനിക്ക് ഭ്രാന്തെന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടല്ല, പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ താൻ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുകയോ ചെയ്തൊരു പെൺകുട്ടി വിളിച്ച് എന്നെ കൊല്ലായി ആൾ നോക്കുന്നു, പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതവും അതിശയവും വിഷമവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗണ്ടിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്നാൽ ഈ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയോടൊപ്പം നിന്ന് ചില വാക്കുകൾ ഇട്ടുകൊടുത്ത് ആ വാക്കുകൾക്ക് പിന്നീട് കോൺട്രവേഴ്സി മൂല്യമുണ്ട് എന്ന് കണ്ടുകൊണ്ട്, നമ്മൾ മാധ്യമപ്രവർത്തകരല്ലേ ധന്യാജി, ഈസി ആണെന്ന് മനസ്സിലാവുമല്ലോ. ആ മാധ്യമപ്രവർത്തകരുടെ ഭാഗമായി ചില വാക്കുകൾ ഇട്ടുകൊടുത്താൽ പിന്നീട്, ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ കൊല്ലാൻ ശ്രമിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ അത് സരിൻ ഇന്നലെ പറയുകയും ചെയ്തു. ഡോക്ടർ സരിനോട് എല്ലാ ആദരവും വെച്ചുകൊണ്ട് പറയട്ടെ, അദ്ദേഹം എനിക്ക് വ്യക്തിപരമായി അറിയുന്ന കാര്യമാണ്, സരിനൊന്നും അങ്ങനെ പറയരുത്. ഒരു നിലത്ത് വീണവനെ ചവിട്ടാനുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കരുത്. ഇന്നലെ സരിൻ പറയുകയാണ് ആരൊക്കെ ആത്മഹത്യ ചെയ്തു, മരിച്ചു എന്ന് അന്വേഷിക്കണമെന്ന്. ഇത് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ആ പെൺകുട്ടി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു വ്യക്തിയും തമ്മിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ വേട്ടക്കാരനല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, പീഡിപ്പിച്ചു എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടുകാരനാണ്. പക്ഷേ റേപ്പ് ചെയ്യുകയോ പീഡിപ്പിക്കുകയോ ചെയ്തു എന്നല്ല, പരസ്പര സമ്മതപ്രകാരം ഇവർക്കിടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടായി എന്നാണ് ഇതുവരെ നമുക്ക് മനസ്സിലാകുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിയാണ്, പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം തെറ്റല്ല, അത് കോടതി വരെ അംഗീകരിച്ച ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, അതിനുശേഷം അവൾ ഗർഭിണിയാകുന്നു, ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം നടത്താനായി പ്രേരിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് 5 സെക്കൻഡ് മതി എന്ന് പറയുന്നു. അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് ആ പെൺകുട്ടിയുമായി ഇയാൾ പ്രണയത്തിലാകുന്നതും അല്ലെങ്കിൽ ആ പ്രണയം നടിക്കുന്നതും ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നതും? ആ പെൺകുട്ടി എന്തിനാണ് ഈ ഓഡിയോ പുറത്തുവിട്ടത് എന്ന് ആദ്യം ഞാൻ കൃത്യമായി പറഞ്ഞിട്ട് താങ്കളുടെ ചോദ്യത്തിലേക്ക് വരാം. ആ പെൺകുട്ടി ഈ ഓഡിയോ പുറത്തുവിട്ടത് ധന്യാജിയെ പോലുള്ള മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിൽ കൊലപാതകം അടക്കമുള്ള വാക്കുകൾ വരുന്നു. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളതിന്റെ തെളിവുകൾ ഇതുവരെ വന്നിട്ടില്ല. കല്യാണം കഴിക്കാമെന്നോ വിവാഹമെന്നോ ഒരു വാക്ക് എവിടെയും വന്നിട്ടില്ല. ഇനി വേറെ ഓഡിയോ ക്ലിപ്സ് ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇതുവരെ അതിൽ വന്നിട്ടില്ല. രണ്ടുപേരും താല്പര്യത്തോടെ അങ്ങനെ ചെയ്യുന്നു. ആ താല്പര്യത്തോടെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇവർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ ചെയ്ത് കാണാം, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ സംരക്ഷിതമല്ലാത്ത രീതിയിൽ ബന്ധപ്പെട്ട് കാണാം. ഈ കുട്ടി പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല, ഈ വ്യക്തി ആരാണെന്ന് അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും നടപടി വേണമെങ്കിൽ ഈ പെൺകുട്ടി മുമ്പോട്ട് വന്ന് കേസ് കൊടുക്കട്ടെ, അതല്ലേ വേണ്ടത്. ഈ പെൺകുട്ടി മുമ്പോട്ട് വന്ന് കേസ് കൊടുക്കാതെ വഴി കിടക്കുന്ന ആരെങ്കിലും കേസ് കൊടുക്കുകയാണോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1 2 പേരല്ലല്ലോ രാഹുൽ ഈശ്വർ, എത്രയോ യുവതികളാണ് ഇപ്പൊ മുന്നോട്ട് വരുന്നത്. പലരും പാർട്ടിക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്നു. 1 2 അല്ല, 20 പരാതി AICCക്ക് തന്നെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ എനിക്കറിയില്ല. ഓരോ പരാതിയും ഓരോ കേസുകളാണ്. അതിനെ ഇൻഡിവിജ്വലിയെ കണക്കിലാക്കാൻ പറ്റൂ, ആവറേജ് എടുക്കാൻ പറ്റില്ല. 1. 2, ഇന്നലെ ലഭ്യമായ അറിവ് പ്രകാരം കോൺഗ്രസിന്റെ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കിട്ടിയതായിട്ട് പറയുന്നതായിട്ട് കണ്ടില്ല. പരാതി കിട്ടിയോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കാര്യം 2-3 മാധ്യമപ്രവർത്തകരോട്, വനിതാ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നീ പഞ്ചാര അടിക്കുന്ന സ്വഭാവവും ഫ്ലേർട്ട് ചെയ്യുന്ന സ്വഭാവവും ഉണ്ടെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം സത്യമാണ്. നമ്മൾ സത്യം അംഗീകരിക്കാത്തതിൽ എന്താ കാര്യം? പല പെൺകുട്ടികളും ഒന്നെങ്കിൽ വിവാഹ വാഗ്ദാനം, അല്ലെങ്കിൽ പ്രണയം, അല്ലെങ്കിൽ ഫ്ലർട്ടേഷ്യസ് മെസ്സേജ് രാഹുൽ മാങ്കൂട്ടത്തിൽ പലർക്കും അയച്ചതായി പലരും പറയുന്നുണ്ട്. അപ്പോ സാധനം സത്യമായിരിക്കും. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇത് ക്രിമിനൽ ആക്ട് ആകണമെങ്കിൽ ഒന്നെങ്കിൽ കൊയേർഷൻ, റേപ്പ്, അല്ലെങ്കിൽ പീഡനം തുടങ്ങിയ കാര്യങ്ങളുടെ ആംഗിൾ വരണം. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി കൊടുക്കണം. ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞാണ് രാഹുലിനെ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ ആ പ്രഗ്നന്റ് ആണെങ്കിൽ ഇപ്പൊ ആ പെൺകുട്ടി എവിടെ? യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് കുട്ടി വെളിയിൽ വന്നോ, അല്ലെങ്കിൽ കുട്ടി ജനിച്ചോ? പെൺകുട്ടി ഇപ്പൊ എവിടെ നിൽക്കുകയാണ്? ഒരുപാട് ചോദ്യങ്ങളില്ലേ ഇതൊന്നും. അപ്പൊ അതുകൊണ്ടാ പറയണം, ആ പെൺകുട്ടി വന്ന് പരാതി കൊടുക്കട്ടെ. അതല്ലേ അതിന്റെ ശരി. ആ പെൺകുട്ടി മുമ്പോട്ട് വന്ന് പരാതി കൊടുക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഈശ്വർ പറയുന്നത് ഇത് പ്ലാന്റഡ് ഒരു വീഡിയോ ആണെന്നാണ്. അതായത് മൂന്നാമതൊരാൾ നിന്ന് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പുറത്തു വിടാൻ വേണ്ടി എടുത്ത വീഡിയോ, ഓഡിയോ അല്ല, ഞാൻ കൃത്യമായി പറയുന്നത് ഇത് സൈഡിൽ ഒരാളും കൂടെ നിന്ന്. കാര്യം പ്ലാന്റഡ് എന്ന വാക്ക് വളരെ ശക്തിയുള്ള വാക്കാണ്. ആ വാക്ക് തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നില്ല. പകരം ഞാൻ ഉപയോഗിക്കുന്നത് കൃത്യമായി രണ്ടാമതൊരാൾ കൂടെ നിന്ന് 3 പേരുള്ള ഫോൺ സംഭാഷണമാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ഏതോ ഒരു സുഹൃത്ത് സൈഡിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 തവണ അവർ പ്രോംപ്റ്റ് ചെയ്യുന്ന എക്സാം, ഒന്ന് നടുക്കലേക്കാണ്, ഒന്ന് അവസാനത്തേക്കാണ്. ആദ്യത്തെ ഡയലോഗ് ഞാൻ മറന്നുപോയി, രണ്ടാമത്തെ എനിക്ക് ഓർമ്മയുണ്ട്. കൊല്ലം എത്ര നേരം എടുക്കും എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ എന്റെ വീഡിയോയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഒരു പെൺകുട്ടിയും കൂടെ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. എന്നിട്ട് ഈ പെൺകുട്ടി പറയുന്നത് നിന്റെ പേര് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞില്ല എന്നാണ്. സുഹൃത്തുക്കളോട് പേര് പറയാതെയാണ് ഒരു സുഹൃത്തിനെ കൂടെ നിൽക്കുമ്പോൾ ഫോൺ വിളിക്കുന്നത്. ആ പെൺകുട്ടി, അത് രാഹുൽ ഈശ്വറിന് തോന്നിയ ഒരു സംശയമായിരിക്കില്ലേ? അങ്ങനെ ഒരാളില്ലെങ്കിലോ? അല്ല, അവിടെ സൗണ്ട് ഉണ്ടല്ലോ. അത് എനിക്ക് തോന്നിയതല്ലോ. മാഡം കേട്ടാൽ മതി. ഞാനത് റിപ്പീറ്റ് ചെയ്ത് സ്ലോയിൽ കേൾപ്പിക്കുന്നുണ്ട്. അതായത് ആ വീഡിയോ ഒന്ന് കേൾക്കുകയാണെങ്കിൽ അതിൽ മറ്റൊരു പെൺകുട്ടിയുടെ സൗണ്ട് കൃത്യമായി നമുക്ക് കേൾക്കാൻ കഴിയും. അതായത് ഇവര് രണ്ടുമല്ലാതെ ആ അവസാന ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഡയലോഗും എനിക്ക് ഓർമ്മയുണ്ട്. കൊല്ലാൻ എത്ര നേരം എടുക്കും എന്ന് പറയുന്നതാണ്. അതായത് ആ കൊല്ലാൻ എത്ര നേരം എടുക്കുമെന്ന് പറയുന്നതിന്റെ പ്രോംപ്റ്റിന്റെ ഉദ്ദേശം എന്തെങ്കിലും അതിനെക്കുറിച്ച് വീണ്ടും പറയുക. എന്നിട്ട് നാളെ ധന്യാജിയെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു വാക്ക്, ഗർഭചിത്രത്തിന് വേണ്ടി കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു വാക്ക്, അതിനു മുമ്പുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചൂടെ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വരത്തിൽ എന്താണോ താനിങ്ങനെ പറയുന്നത്? തനിക്ക് എന്ത് പറ്റി? താൻ സിനിമാ കഥ പറയുകയാണോ? രാഹുലിന് ജെനുവിൻ അത്ഭുതമാണ് എന്താ സംഭവിക്കുന്നതെന്ന്. അതായത് ഇവരെ രണ്ടുപേരും പറഞ്ഞു തീർത്ത ഒരു കാര്യം പിന്നീട് ഇത് പുറത്തു വരുമ്പോൾ ഒരു എവിഡൻസിന് വേണ്ടി പെൺകുട്ടി തയ്യാറാക്കി വെച്ചിരുന്നതാണ്. പറഞ്ഞു തീർത്ത് കാണില്ല. പക്ഷെ ഇത് എവിഡൻസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. വ്യത്യാസമൊന്നും ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്തതല്ല, പക്ഷേ എവിഡൻസിന് വേണ്ടി, തെളിവിന് വേണ്ടി, മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ, ഇന്നലെ ഒരു മുഖ്യധാരാ മാധ്യമത്തിലെ ഓണർ അവരുടെ ചാനലിൽ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഇതേപോലെ 3 ഓഡിയോയോ 3 വീഡിയോ കൂടി ഉണ്ട്. ആ ഒരു പക്ഷേ താങ്കൾ ശ്രദ്ധിച്ചു കാണും. 3 ഓഡിയോ കൂടി ഞങ്ങളുടെ കൂടിയുണ്ട്, അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു വിടും. അതായത് ഈ സാധനം പ്ലാൻ ചെയ്തെടുക്കുകയും, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ക്ഷമിക്കണം, ഈ സാധനം കയ്യിൽ ബോധപൂർവം എടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുകയും ചെയ്യുക. ഇതിന്റെ ഉദ്ദേശം വേറൊന്നുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക. ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് അങ്ങനെ പ്രഗ്നന്റ് ഉണ്ടായി കാണും, രാഹുൽ മാങ്കൂട്ടത്തിൽ അവളെ ഇഗ്നോർ ചെയ്ത് കാണും, അവർ തമ്മിൽ ഉടക്കുണ്ടായി കാണും, അതൊക്കെ സത്യമാണ്. അതിന്റെ പ്രതികാരം തീർക്കാനാണ് സാധ്യത. ഇതുവരെ ലഭ്യമായ തെളിവുകൾ വെച്ച് 2 പോസിബിലിറ്റീസ് ആണ്. ഒന്നെങ്കിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയി, അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കെയർ ചെയ്തില്ല, അതിന്റെ ദേഷ്യം. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഈ പെൺകുട്ടി തെറ്റി, രാഹുൽ മാങ്കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളെ അന്വേഷിച്ച് പോയോണ്ട് ഈ പെൺകുട്ടിക്ക് ദേഷ്യവും പ്രതികാരവും വന്നു, അതിന്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ തീർക്കാൻ വേണ്ടി ചെയ്തു. ആണ്ടെ, എങ്ങനെ ആയാലും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ഒരാൾ ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യനാണോ? 2 കാര്യമാണ് മാഡം. ഇത്രയും പേരുടെ അടുത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പടർന്നു പോകരുതെന്നാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട്, പുള്ളിയെക്കാട്ടി കുറച്ച് സീനിയർ ആ ഒരു വ്യക്തി എന്ന നിലയിൽ പറയാനുള്ളത്. എനിക്ക് ഷാഫിക്ക് ഒരേ പ്രായമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളെക്കാട്ടി അല്ല ഇളയതാണ്. അതുകൊണ്ട് ഒരു അനിയനോടെന്നല്ല, ഒരു സഹോദരനോട് പറയുന്ന രീതിയിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത്, ഇത്രയും പെൺകുട്ടികളെ വ്യാപകമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്കാൻ ചെയ്യരുത്, സെർച്ച് ചെയ്യരുത്. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്തു എന്ന് ഇതുവരെ എവിടെയും വന്നിട്ടില്ല. അവർ പരസ്പര സമ്മതപ്രകാരമാണ് ബന്ധപ്പെട്ടതെന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരം. അപ്പൊ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് എല്ലാ സത്യങ്ങളും പറ. ഈ സത്യത്തിലേ ഇത് നിൽക്കൂ. നമ്മൾ കള്ളം പറഞ്ഞോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ ദിവസം പറഞ്ഞ എന്താ, AI വെച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഈ. അതൊന്നും ആരും വിശ്വസിക്കില്ല. നമ്മൾ ചുമ്മാ പൊട്ടം കളിച്ചിട്ട് എന്താ കാര്യം? മറ്റേ പെൺകുട്ടിയുടെ പേര് എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? രാഹുൽ ഈശ്വറിനെ കുറിച്ചാണോ പറഞ്ഞത്? ഈ നമ്മള് കള്ളത്തിനും പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ജനങ്ങൾക്ക് സത്യമുണ്ടെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കും. ഇനി ആ സത്യത്തിന്റെ ഭാഗമായി എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി,
രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയാലും ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആ കുട്ടിയുടെയും ഭാഗത്തുനിന്ന് ജാഗ്രത കുറവും തെറ്റുമാണ്. എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ നട്ടല് ഉയർത്തി സത്യം പറയുന്നതിന് പറയും. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ ധാരണ ഞാനടക്കമുള്ള ഒരുപാട് പേര് പറഞ്ഞത് കേട്ടിട്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കേട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ 4 മണിയോടുകൂടി ഒരു പ്രസ് മീറ്റ് വിളിക്കാമെന്നാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പറഞ്ഞു എന്നാ പറയണേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ. സത്യം എന്താന്ന് പറഞ്ഞാൽ സത്യം പറയുക. തനിക്ക് ശരി പറ്റിയിട്ടുണ്ടെങ്കിൽ ശരി പറയുക, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറയുക, തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുക. ഈ സത്യം പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഓർപ്പിക്കാൻ പറയാം, അങ്ങനെ സത്യം പറഞ്ഞുകൊണ്ടാണ് വിജയബാബു നിവിൻ പോളിയും ഒക്കെ രക്ഷപ്പെടുകയും ഹീറോസായി മാറുകയും ചെയ്തത്. അതെ, ഈ വിജയബാബു ഒളിച്ചോടിയിരുന്നെങ്കിൽ, നിവിൻ പോളി ഒളിച്ചോടിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അവരെ ഇത് വേട്ടയാടുമായിരുന്നു. നാളെ നിവിൻ പോളിയും വിജയബാബുവിനെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ പറയും, കണ്ടാ മറ്റേ പെണ്ണിനെ റേപ്പ് ചെയ്തവനാണെന്ന് പറയും. പക്ഷേ അവർ ധൈര്യത്തോടെ ആണത്തത്തോടെ നെഞ്ചു വിരിച്ച് ഞങ്ങൾക്കിതാണ് ഉണ്ടായത്, വിജയബാബു കള്ളമെന്ന് പറഞ്ഞില്ലല്ലോ, എനിക്ക് ആ വ്യക്തിയോട് ബന്ധമുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ പിന്നീട് പ്രശ്നമായി, ആ കുട്ടിക്ക് സിനിമയുടെ റോള് കിട്ടാത്തതുകൊണ്ട് ആ കുട്ടിക്ക് എന്നോട് ദേഷ്യം തോന്നി. നമ്മൾ മനസ്സിലാക്കി എന്റെ സത്യം വിശ്വസിച്ചു. നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് നിവിൻ പോളി കേരളത്തിലുണ്ടായിരുന്നു, ദുബായിലില്ലായിരുന്നു. അതേപോലെ ഇതൊരു നിവിൻ പോളി, വിജയബാബു, ഉമ്മൻചാണ്ടി മൊമെന്റാണ്. ഉമ്മൻചാണ്ടി സാറിനെ പോലും വെറുതെ കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്യില്ല, പിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യും. സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിന് വേണ്ട പിന്തുണ കോൺഗ്രസ്സുകാർ കൊടുത്തിട്ടില്ല. ശ്രീ ശശി തരൂറിന് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു എന്ന് ആരോപണം വന്നപ്പം കോൺഗ്രസ്സുകാർ സപ്പോർട്ട് കൊടുത്തില്ല, പിന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്നത്? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യം പറയണം. ആ സത്യം രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കും. നമ്മൾ ഹിന്ദുക്കൾ വിശ്വാസത്തിൽ പറയും ഈ ധർമ്മോ രക്ഷതി രക്ഷിതാന്ന്. അതേപോലെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് സത്യോ രക്ഷതി രക്ഷിത. നമ്മൾ സത്യം പറഞ്ഞാൽ, നമ്മൾ സത്യത്തെ രക്ഷിച്ചാൽ ആ സത്യം നമ്മളെ രക്ഷിക്കും.